അങ്ങനെ ഈ വർഷത്തെ ബർത്ത്ഡേക്ക് വേണ്ടി എന്നോട് ചേട്ടൻ പെട്ടെന്ന് റെഡിയാകാൻ പറഞ്ഞു. അങ്ങനെ ഞാനും ഇറങ്ങി. അങ്ങനെ വന്ന് നോക്കിയപ്പോൾ ലുലു മോളിലോട്ടാണ് എന്നെ വിളിച്ചുകൊണ്ട് പോയത്. അങ്ങനെ അശ്മി ബേബിയും ചേട്ടനും ഇങ്ങനെ നടന്ന് പോവുകയാണ്. ലാസ്റ്റാണ് മനസ്സിലായത് എന്നെ കൊണ്ടുപോയത് ബാർബിക്യൂ നേഷനിലാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ബാർബിക്യൂ നേഷൻ വിസിറ്റ് ചെയ്യുന്നത്. അങ്ങനെ നമ്മളവിടെയൊക്കെ വന്ന് സെറ്റായിരുന്നു. അവിടെ ചേട്ടൻ ഓൾറെഡി നമുക്ക് വേണ്ടി ബുഫേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബുഫേ ഞങ്ങൾ നല്ല തറവായിട്ട് എൻജോയ് ചെയ്തു. അതിൽ ഫസ്റ്റ് നമ്മൾ സൂപ്പിലോട്ടാണ് പോയത്. കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ചാറ്റ്, ഗ്രില്ല്, ഐസ്ക്രീംസ്, നോൺ വെജാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. എല്ലാം തന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ കുറേ ഫ്രൂട്ട്സ്, വാട്ടർമെലൻ, പപായ, പിന്നെ ഈ ജെല്ലി ഐറ്റംസ്. ഇത് നമ്മളൊരു ചൈൽഡ്ഹുഡ് നൊസ്റ്റു വരുന്ന ഒരു സംഭവമാണ് ഈ ജെല്ലിയിൽ ഷുഗർ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ബ്രൗണീസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി അവിടുത്തെ ചിക്കൻ ദം ബിരിയാണി നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്ന കോഫ്ത കറി, അതും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അതുകൂടാതെ തന്നെ ഇപ്പം ഞാൻ നിൽക്കുന്നത് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പ്രഗ്നൻസിയിൽ ഞാൻ ഏറ്റവും കഴിക്കാത്ത സാധനം ഐസ്ക്രീമായിരുന്നു. അതിൻ്റെ ആ ഒരു ആഗ്രഹം ഫുൾ ഞാൻ ഈ ഒരു ബുഫേയിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. 4 വെറൈറ്റീസ് ഓഫ് ഫ്ലേവേഴ്സ് ഉണ്ടായിരുന്നു. ബട്ടർ സ്കോച്ച്, വാനില, അങ്ങനെയെല്ലാം ഞാനെല്ലാം ട്രൈ ചെയ്തു. പിന്നെ അവരുടെ ഡെസേർട്ട് ഐറ്റംസ് എല്ലാം ട്രൈ ചെയ്തു. ഗുലാബ് ജാമുൻ അങ്ങനത്തെ കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ കുൽഫി ഉണ്ടായിരുന്നു, മാംഗോ കുൽഫി, മലായ് കുൽഫി, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അതും ട്രൈ ചെയ്തു. കാരണം ഈ പ്രഗ്നൻസി ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം നമുക്ക് കുറച്ച് കാര്യമായിട്ട് കഴിക്കാമല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാം കാര്യമായി കഴിച്ചു. അത് കഴിഞ്ഞ് ഞാൻ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴാണ് അടുത്തൊരു സർപ്രൈസ്. പിന്നെ ബർത്ത്ഡേക്ക് വേണ്ടി എനിക്കൊരു കേക്ക് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും കേക്ക് കൊണ്ടുവന്നു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മൾ രണ്ടുപേരും കഴിച്ചു. വളരെ ഹാപ്പി ആയിരുന്നു എൻ്റെ ഈ വർഷത്തെ ബർത്ത്ഡേ. കാരണം ഇത്രയും വർഷത്തെ ബർത്ത്ഡേ പോലെയല്ല ഈ വർഷത്തെ ബർത്ത്ഡേ. കാരണം ഈ വർഷം നമ്മുടെ അശ്മി ബേബി കൂടെ ഉണ്ട്. കണ്ടോ, സൈഡിൽ അവിടെ ഇരിപ്പുണ്ട്. ഇപ്പം ബേബിയും കൊണ്ടാണ് നമ്മൾ ട്രാവൽ ചെയ്തത്. അങ്ങനെ വളരെ ഹാപ്പിയാണ് ഈ എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചതിൽ.